ഹായ്, വിഷ്ണു കൊച്ചിക്കാരനാണ്. ഞങ്ങളപ്പോൾ ഇന്നൊരു അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു കാഴ്ച കണ്ടു. അതിന് മുന്നേ കോർഡിനേറ്റർ നമുക്ക് നിങ്ങൾ ആദ്യം എനിക്ക് അത് ആലൻ ജോസ് പെരേര ഉണ്ടെങ്കിൽ ആ സിനിമക്ക് ടിക്കറ്റ് തരില്ല എന്ന് എന്നോട് കോർഡിനേറ്റർ പറഞ്ഞായിരുന്നു. നമ്മൾ പിന്നെ അവരൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മളിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ പൈസ കൊടുത്ത് കണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് പെരേര ഉണ്ടെങ്കിൽ ആ പടം കാണിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് വേറൊന്നുമല്ല. താങ്കൾ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കരയുന്നത് കണ്ടായിരുന്നു ഞാൻ. അതെന്തിനാണ് താങ്കൾ കരഞ്ഞത്? കാരണം എനിക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ച സമയത്ത് ഒരുപാട് അന്യ മതത്തിലുള്ള കുട്ടികൾ എനിക്ക് പ്രണയം തോന്നിയിരുന്നു. പക്ഷേ പ്രപ്പോസൽ അല്ല, പ്രണയം. പ്രപ്പോസൽ ഇപ്പോഴല്ല ഞാൻ തുടങ്ങിയേക്കണം. പ്രണയം ഏതൊരു ആളെയും വികാരഭരിതരാക്കും. പക്ഷേ എന്നെ വലിയൊരു പ്രണയം എനിക്ക് വന്നിട്ടില്ലെങ്കിലും ഉള്ളിലൊരു പ്രണയം ഉണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ് വെറുതെ എന്തിനാണ് ഫാമിലി ഇഷ്യൂസിൽ കയറുന്നത്. പക്ഷേ എനിക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യപ്പെടാം. കാരണം ഞാൻ ഒരുപാട് ലേഡീസുമായിട്ട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് പണ്ടത്തെ എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് കോളേജിന്റെ പേരൊന്നും പറയല്ല, തോമ്പൊടിയൊക്കെ പഠിച്ചത്. തോമ്പൊടി പിന്നെ അവിടെയാണ് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം. പ്രണയം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലല്ലേ, മറ്റുള്ളവർക്ക് പ്രണയമാണോ എന്ന് തോന്നിയിട്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ലേഡീസിന്റെ എന്നെ ചില സമയത്ത് ഞാൻ ലേഡീസിന്റെ ഓളത്ത് എടുത്ത് നിൽക്കാറുണ്ട്, ഇടാറുണ്ട്. അങ്ങനെ ഒരു സൗഹൃദമായിരുന്നു. പിന്നീട് അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് വിട്ടു പുറം ലോകത്തിലേക്ക് ഇറങ്ങാൻ തോന്നിയപ്പോൾ പെണ്ണെന്താണെന്നും പെണ്ണുങ്ങൾ എന്താണെന്നൊക്കെ ഒരുപാടൊക്കെ മനസ്സിലാക്കാൻ തോന്നി. കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോൾ ആൾക്കാർ കുളത്തേട് നടക്കും. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നാമത് ഞാൻ സിനിമാക്കാരനാണ്, സിനിമയിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ് ചെറിയ ചെറിയ സിനിമകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഹേറ്റേഴ്സ് കാണും, ഒരുപാട് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ അതിൽ നമ്മളടുത്ത് വന്ന് സെൽഫി എടുക്കുന്നത് കാണുമ്പോൾ നമുക്കത് സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും ഇന്നൊരു കാലത്ത് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു, ഞാനൊരു ചേച്ചി സെൽഫി എടുക്കുന്നത്. കാരണം സ്ത്രീജനങ്ങൾ നമ്മളൊപ്പം ഇല്ല എന്നൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. കാരണം വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും കൂടിയാണ് വന്ന് ഫോട്ടോ. ഒരുപാട് പെൺപിള്ളേർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്ക് അതിലെടുക്കാൻ പറ്റില്ല. ഇന്നലെ മറണ്ടിരുന്നപ്പോൾ 2 പെൺപിള്ളേർ വന്ന് ഫോട്ടോ എടുത്തായിരുന്നു. ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കുന്ന ഇപ്പൊ അഭിലാഷ് ആട്ടയത്തിന്റെ ക്യാരക്ടർ ഞാൻ വേണമെങ്കിൽ വെറുതെ പറയാം. അത് വേണമെന്ന് പറയണ്ടല്ലേ. അപ്പൊ പടത്തെ പറ്റി പറയാം. അഭിലാഷം എന്ന് പറഞ്ഞ പടം അഭിലാഷ് ആട്ടയത്തെ ഉദ്ദേശിച്ചല്ല ചെയ്തിരിക്കണത്. അഭിലാഷം കണ്ടിട്ട് താങ്കൾ കരഞ്ഞു, അതിനെ കുറിച്ച് പറ. കരഞ്ഞത് എന്തായാലും എൻ്റെ കോളേജ് ലൈഫിലെ ഭാഗ്യ ഞാൻ പറഞ്ഞു. അതായത് അതിൽ ആ പടത്തിൽ കാണിക്കുന്നത് ഒരു ഹിന്ദു മുസ്ലിം പ്രണയമാണ് കാണിക്കുന്നത്. എന്റേത് ക്രിസ്ത്യൻ ഹിന്ദു പ്രണയമാണ് എൻ്റെ. അപ്പൊ അതും ഇതായിട്ട് താങ്കളുടെ ടച്ചിങ് ഇല്ലല്ലോ. ടച്ചിങ് എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്നുള്ളിലുള്ളൊരു കാമുകനുണ്ട്, കോയി ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് ഒരു ഗേ എന്ന രീതിയിലാണ്. ആ ട്രാൻസ്ജെൻഡറിന്റെ കേസിൽ കഴിഞ്ഞിട്ട് എന്നെ ഗേ ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. കാരണം ഈ ട്രാൻസ്ജെൻഡർ നിരഞ്ജന അല്ലെങ്കിൽ ആ വ്യക്തി ഞാൻ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. പിന്നെ കെട്ടിയിട്ട് പിടിപ്പിച്ചെന്ന് വാർത്ത വന്നപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ ഈ പടത്തേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റ് ആയിട്ട് എനിക്ക് വിഷമം വന്നു. കാരണം നമ്മളൊരു പെൺകുട്ടിയെ അടുത്ത് പെരുമാറി പരിചയപ്പെടുമ്പോൾ കൂട്ടുകാരനെ പോലെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പ്രണയം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി നമ്മളവിടെ നിന്ന് വിട്ടുമാറുന്നു. അതാണ് എൻ്റെ ലൈഫിലുണ്ടായത് ഒരു നെഗറ്റീവ് പോയിന്റ്. എപ്പോഴും തോന്നുന്നു. ഇപ്പൊ ഓൺലൈനിലാണെങ്കിലും ഒരുപാട് പെൺകുട്ടികൾ സംസാരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ബന്ധം സ്റ്റോപ്പായി പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അത് പറയാറില്ല, പേടിച്ചിട്ട്. സൈജു കുറുപ്പിന്റെ അഭിനയം അഭിനയം എന്റെ അഭിനയം പോലെയല്ലേ. ഞാൻ റിയൽ ലൈഫിൽ അത് അനുഭവിച്ചതല്ലേ. സൈജു കുറുപ്പ് ജീവിച്ചു സിനിമയിൽ, മനസ്സിലായി. അതാണ് ആ ഒരു വ്യത്യാസം. താങ്കളുടെ കഥയാണെന്ന് പറയാം. എന്റെ റിയൽ ലൈഫ് കഥയല്ലേ സൈജു കുറുപ്പ് ചെയ്തേക്കണത്. അല്ല, നമ്മൾ ഇത്ര ഒരു ഫീലായി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കരട ഞാൻ കണ്ടിട്ടില്ല. പെണ്ണുങ്ങൾ കരയൂല, അതേപോലെയാണ് പെരേര ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. കാരണം ആകാശത്ത് അതായത് നമ്മ കരഞ്ഞത് പോലെ ഡാനി പെരേര. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണൽ ടച്ച്. പക്ഷെ അത് ഒരു ആൺകുട്ടി കരയുമ്പോൾ, അതായത് ഞാൻ ചോദിച്ചു എന്തിനാ പെരേര ഇങ്ങനെ നീ കരയുന്നത്, പെൺകുട്ടികൾ പോലും ഇങ്ങനെ കരയില്ലല്ലോ. അപ്പൊ ഇവൻ പറയാ ഇവന്റെ ലൈഫായിട്ട് ഭയങ്കര ടച്ചുള്ള പടമാണ്.
കാരണം പെണ്ണുങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന്, കാരണം ഒരു ലവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരന് കൊടുത്തു വിട്ടപ്പോ ആ ലവ് ലെറ്റർ വേറൊരുത്തൻ കൊടുത്തിട്ട് kiss അടിച്ചു. ആ പണി എനിക്ക് പണ്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മള് എന്റെ ഇങ്ങോട്ട് വന്നൊരു പെണ്ണ്, ഞാൻ പറഞ്ഞില്ല, സ്കൂൾ ബസ്സിൽ വന്ന് കിസ് അടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ആക്രമിച്ചെന്നു. എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല? അത് കംപ്ലൈന്റ് ചെയ്തു, പക്ഷെ അത് വേറെ കമന്റ് പറയാ പോയി അവസാനം. മനസ്സിലായി? ഞാൻ ഓർത്ത് എന്നോടുള്ള പ്രേമം കൊണ്ട് ചെയ്താൽ ഓർത്ത്. അപ്പൊ താങ്കളുടെ ആക്രമിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഇടിച്ചു വെക്കിട്ട് മാന്തിയൊക്കെ ചെയ്തു. ചിലപ്പോ അത് എന്നോടുള്ള പ്രണയം കൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലാക്കിയത് പണിയാണെന്ന്. അപ്പൊ ഏതായാലും താങ്കൾ ഇന്ന് ഒരുപാട് കരയണ ഞാൻ കണ്ടു. ഇതുവരെ പടങ്ങൾ കണ്ടിട്ട് താങ്കൾ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നാണ് കുറെ നാൾക്ക് ശേഷം അഭിലാഷം കണ്ടിട്ട് താങ്കൾ ഈ കരയണ കണ്ടിട്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു വേറെ വല്ല ഫീലിങ്സും തോന്നിയോ ആ പടം കണ്ടിട്ട് താങ്കൾക്ക്? ഇപ്പൊ താങ്കളുടെ കഥയാണെന്നും പറയുന്നുണ്ട്. ആണെന്ന്, കാരണം ഞാൻ എന്റെ ലൈഫില് ഞാൻ സിനിമാ താരങ്ങളോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഞാൻ വേറെ വൈറലാൻ വേണ്ടി 1-2 സിനിമാടിമാരെ പേര് പറഞ്ഞു. ഹണി റോസിന്റെ പേര് കർഷൻ എന്ന് പറഞ്ഞു, വെറുതെ പണ്ട് പറഞ്ഞു. അത് വലിയ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ അതല്ല കാര്യമില്ല. റിയൽ ലൈഫിൽ ഞാൻ ആൻസല ജെയിംസ്, ഷോണറ്റ്, അങ്ങനെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം. പക്ഷെ അത് എന്നെ ഒരു വേസ്റ്റ് പേപ്പർ പോലെ ഡസ്റ്റ്ബിനിൽ ഇട്ട പോലെയാണ്. അത് കളഞ്ഞു. ഇഷ്ടമല്ലാന്ന് തന്നെ അപ്പൊ തന്നെ പറഞ്ഞു. തന്നെയൊക്കെ ആരും ഇഷ്ടപ്പെടാന്ന രീതിയിൽ പറഞ്ഞു. കാരണം ഞാൻ ചോദിക്കുന്നത് എനിക്കെന്താണ് പ്രശ്നം, മനസ്സിലായോ? പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ പേര് പറഞ്ഞ ഇപ്പോൾ ഒരുപാട് എന്നാലും വേറെ ഒരുപാട് പേര് പറയാം. അല്ല, വേറെ കൊച്ചുങ്ങളുണ്ട്, കുഴപ്പമില്ല. ഫിബിയ, ഫാത്തിമ, അവരൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിരുന്നു, നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു. പക്ഷേ അവരോട് എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ നമ്മളത് തുറന്ന് പറഞ്ഞില്ല, മനസ്സിലായോ? പക്ഷേ തുറന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് പോകും. പക്ഷേ എന്തും മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കണം. കാരണം നമ്മൾ ഇവിടെ അടുത്ത് പെരുമാറുമ്പോൾ ഒരാണ് ചിരിച്ച് വർത്താനം പറയുമ്പോൾ പ്രണയമാണെന്ന് മനസ്സിലാക്കണം. തെറ്റിദ്ധരിക്കണമെന്നല്ല, മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് സംസാരിക്കാണ്ടിരിക്കുക, മനസ്സിലായോ? ഞാൻ പറഞ്ഞ ഇവരൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരു സമയത്ത് ഒരു ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും, മനസ്സിലായോ?